കുടുംബക്ഷേത്രത്തിൽ പോയി വഴിപാട് കഴിക്കാൻ പറയുമ്പോൾ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലൊന്ന് പോവാറുണ്ട്. അത് പെരുമ്പാവൂരുള്ള സീമാസിൻ്റെ അടുത്ത് അവിടെ തയ്യൽക്കടയുണ്ട്, ബ്യൂട്ടീഷ്യനുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ബ്യൂട്ടീഷ്യൻ മാത്രം ഞാൻ ചെയ്യാറില്ല, ഇതുവരെയും ചെയ്തിട്ടില്ല. കാരണം ജനിച്ചപ്പോൾ കാരണന്മാർക്ക് നല്ല ഭംഗിയുണ്ട്, കോലമുണ്ട്. 2018 ഞാൻ മറുനാടനിൽ എടുത്ത ഒരു ഇൻ്റർവ്യൂയിലൂടെയാണ് രാജേശ്വരി ഈ ലോകം മുഴുവൻ വൈറലാവുന്നത്. പക്ഷെ ബ്യൂട്ടീഷ്യനിൽ പോയെങ്കിലും ഞാൻ ബ്യൂട്ടീഷ്യനിലല്ല പോകുന്നത്. സ്വാഭാവികമായി തോന്നിയ ആ ഒരു ഇൻ്റർവ്യൂ പിന്നീട് ഈ സൈബർ ലോകം ഏറ്റെടുത്ത് വലിയ രീതിയിൽ വൈറലാവുകയായിരുന്നു. തൻ്റെ മകളുടെ കൊലപാതകിയെ കണ്ടെത്തണം, അതൊരിക്കലും ഈ ഇതര സംസ്ഥാന തൊഴിലാളിയല്ല എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അതാരാണ്, എന്താണ് എന്ന് എല്ലാവർക്കും അറിയാമെന്നും അവർ പറയുന്നുണ്ട്. ഇനി എന്തായാലും അതിന് പിന്നാലെ നടക്കാൻ രാജേശ്വരി ഇല്ല. നമസ്കാരം. 2016 ഏപ്രിലിൽ പെരുമ്പാവൂരിൽ കൊല്ലപ്പെട്ട നിയമവിദ്യാർത്ഥിനി ജിഷയുടെ അമ്മ രാജേശ്വരി കഴിഞ്ഞ ദിവസം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ മരണപ്പെട്ടു. ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം. ഏറെ നാളായി മാനസികാസ്വാസ്ഥ്യമുണ്ടായിരുന്നു. വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു വിഷയം എത്തിക്കാനുള്ള കാരണം 2018 ഞാൻ മറുനാടനിൽ എടുത്ത ഒരു ഇൻ്റർവ്യൂയിലൂടെയാണ് രാജേശ്വരി ഈ ലോകം മുഴുവൻ വൈറലാവുന്നത്. അന്ന് അവരുടെ ഇംഗ്ലീഷിൻ്റെ ഒരു അറിവില്ലായ്മ കൊണ്ട് ബ്യൂട്ടീഷ്യൻ ഞാൻ ചെയ്യാറില്ല, ഇതെനിക്ക് പാരമ്പര്യമായി കിട്ടിയ സൗന്ദര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ ഇൻ്റർവ്യൂ വലിയ രീതിയിൽ വൈറലായിരുന്നു. സത്യത്തിൽ അന്ന് ഞാൻ ആ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് എനിക്ക് ഒരു ഭാവഭേദവുമില്ലായിരുന്നു. കാരണം മകൾ നഷ്ടപ്പെട്ട ഒരമ്മ, ആ അമ്മയുടെ വിഷമം അത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. 2016 ജിഷ കൊല്ലപ്പെടുന്നത്. പിന്നീട് 2018 രാജേശ്വരി പെരുമ്പാവൂരിലെ ഒരു ബ്യൂട്ടി പാർലറിൽ നിന്നും ഫേഷ്യലൊക്കെ ചെയ്ത് മുടിയൊക്കെ കളറൊക്കെ ചെയ്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വരുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായത്. അങ്ങനെ വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നതിനിടയിലാണ് ഞാൻ രാജേശ്വരിയെ തേടി എറണാകുളം മെഡിക്കൽ കോളേജിലേക്ക് ചെല്ലുന്നത്. അവിടെ അന്നും അവർ ചികിത്സയിലായിരുന്നു. അന്ന് എന്നോട് പറഞ്ഞ കാര്യങ്ങൾക്കിടയിലാണ് ഇത്തരത്തിൽ ആളുകളെയൊക്കെ ചിരിപ്പിക്കുന്ന രീതിയിൽ ബ്യൂട്ടീഷ്യനെ പറ്റിയിട്ട് ഉള്ള കാര്യങ്ങൾ പറഞ്ഞത്. കുടുംബക്ഷേത്രത്തിൽ പോയി വഴിപാട് കഴിക്കാൻ പറയുമ്പോൾ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലൊന്ന് പോവാറുണ്ട്. അത് പെരുമ്പാവൂരുള്ള സീമാസിൻ്റെ അടുത്ത് അവിടെ തയ്യൽക്കടയുണ്ട്, ബ്യൂട്ടീഷ്യനുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ബ്യൂട്ടീഷ്യൻ മാത്രം ഞാൻ ചെയ്യാറില്ല, ഇതുവരെയും ചെയ്തിട്ടില്ല. കാരണം ജനിച്ചപ്പോൾ കാരണന്മാർക്ക് നല്ല ഭംഗിയുണ്ട്, കോലമുണ്ട്. എന്തായാലും അന്ന് സ്വാഭാവികമായി തോന്നിയ ആ ഒരു ഇൻ്റർവ്യൂ പിന്നീട് ഈ സൈബർ ലോകം ഏറ്റെടുത്ത് വലിയ രീതിയിൽ വൈറലാവുകയായിരുന്നു. അതിനൊക്കെ ശേഷവും ഞാൻ രാജേശ്വരിയെ കണ്ടിരുന്നു. അപ്പോഴൊക്കെ അവരുടെ വേദന മകളുടെ ഘാതകനെ, യഥാർത്ഥ ഘാതകനെ കണ്ടെത്തിയില്ല എന്നുള്ളതാണ്. അമീറുൽ ഇസ്ലാം അല്ല അത് ചെയ്തത് എന്നാണ് ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പും ഞാൻ മറൈൻ ഡ്രൈവിൽ വെച്ച് രാജേശ്വരിയെ കണ്ടപ്പോൾ അവർ എന്നോട് പറഞ്ഞത്. അതിന് പിന്നിൽ മറ്റ് ചിലരൊക്കെ ഉണ്ട്, അവരെയാണ് കണ്ടെത്തേണ്ടത്, അമീറുൽ ഇസ്ലാം അങ്ങനെ ചെയ്യില്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെ അവർ പല രീതിയിൽ കോടതിയിൽ ഇക്കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതൊന്നും വിജയത്തിലേക്ക് എത്തിയില്ല. അങ്ങനെ നീതി ലഭിക്കാതെയാണ് രാജേശ്വരിയുടെ മടക്കം. ഒരുപാട് വിഷമത്തോടെയാണ് പലപ്പോഴും അവരെ ഞാൻ കണ്ടത്. ആദ്യമൊക്കെ മകൾ മരിച്ചതിന് കിട്ടിയ പണമൊക്കെ അവർ ദൂർത്തടിച്ച് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വിമർശനങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ചിലർ അവരെ ഉപയോഗിച്ച് ആ പണമൊക്കെ ഇങ്ങനെ ലാവിഷായി ചിലവാക്കുകയായിരുന്നു. പലപ്പോഴും എറണാകുളത്ത് പത്രസമ്മേളനത്തിനൊക്കെ വരുന്നത് ടാക്സി കാറുകളിലാണ്. വരുമ്പോൾ തന്നെ അവർക്ക് ടിപ്പായിട്ടൊക്കെ കൊടുത്തിരുന്നത്, അതായത് ടാക്സി കാറിൻ്റെ റെൻറ്റ് മാത്രമല്ല ടിപ്പായിട്ട് പോലും 500 രൂപ 1000 രൂപയൊക്കെ കൊടുത്തിരുന്നു. ചായ കുടിക്കാൻ പോകുന്ന ഒരു ഹോട്ടലിൽ പോലും ഇത്തരത്തിൽ ടിപ്പ് കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നീട് അതിനിടയിൽ ഇവരുടെ കയ്യിൽ ഒരുപാട് പണമുണ്ട് എന്ന് മനസ്സിലാക്കിയ ചിലർ നിർമ്മാതാവാകാമോ, സീരിയൽ പിടിക്കാം, സിനിമ പിടിക്കാമെന്നൊക്കെ പറഞ്ഞ് എത്തി അവരുടെ കയ്യിൽ നിന്നും ഒരുപാട് പണം പലരും തട്ടിയെടുത്തു. അപ്പോഴൊന്നും അവർ അറിഞ്ഞില്ല താനിങ്ങനെ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന്. എറണാകുളം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലാണ് ഈ ഫണ്ട് ഇവർക്ക് പലപ്പോഴും കൈമാറുന്നത്, ആവശ്യത്തിനനുസരിച്ച് കൊടുക്കുന്നത്. പലപ്പോഴും കളക്ടറോട് പോയി വഴക്കിട്ടുമൊക്കെ പരമാവധി പണം ഇവർ വാങ്ങിയെടുത്തു. അങ്ങനെ പണം വാങ്ങിയെടുത്തതിന് പിന്നിൽ ഒരുപാട് കളികൾ നടന്നിട്ടുണ്ട്. കാരണം അവരെ ഉപയോഗിച്ച് പലരും ആ പണം ഈ അക്കൗണ്ടിൽ നിന്നും എടുത്ത് അവർ സ്വന്തമാക്കുകയായിരുന്നു. ഇതൊന്നും അറിയാതെ ഒരു പാവയെപ്പോലെ അല്ലെങ്കിൽ ഒരു പൊട്ടിയെ പോലെയാണ് രാജേശ്വരി പെരുമാറിയിരുന്നത്. അവരുടെ നിഷ്കളങ്കതയെ അല്ലെങ്കിൽ അവരുടെ അറിവില്ലായ്മയെ എല്ലാവരും ചൂഷണം ചെയ്യുകയായിരുന്നു. ഇതിൽ ഈ ഒരു മരണവാർത്ത കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അവർ അവസാന നിമിഷവും എന്നോട് പറഞ്ഞത് തൻ്റെ മകളുടെ
കൊലപാതകിയെ കണ്ടെത്തണം. അതൊരിക്കലും ഈ ഇതര സംസ്ഥാന തൊഴിലാളിയല്ല എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അതാരാണ് എന്താണ് എന്ന് എല്ലാവർക്കും അറിയാമെന്നും അവർ പറയുന്നുണ്ട്. ഇനി എന്തായാലും അതിന് പിന്നാലെ നടക്കാൻ രാജേശ്വരി ഇല്ല. ഈ ഒരു സമയത്ത് ആ പഴയ ഇൻ്റർവ്യൂവിനെ പറ്റി ഞാൻ ആലോചിച്ചപ്പോൾ ഓർത്തപ്പോൾ ഈ കാര്യങ്ങൾ പ്രേക്ഷകരോട് പറയണമെന്ന് തോന്നി. അതാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പോൾ എത്താൻ കാരണം.